ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഭഗവത്ഗീതയുടെ 6-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുന വിഷാദയോഗമെന്ന 1-ാമത്തെ അധ്യായത്തിൻ്റെ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത്. ഇന്ന് 24-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ 21-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് യുദ്ധത്തിന് തയ്യാറായി വന്ന അർജുനൻ കൃഷ്ണനോട് ആവശ്യപ്പെടുന്നതാണ്, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. ഹേ അച്യുത, എൻ്റെ രഥം 2 സേനകൾക്കും മധ്യത്തിലായി നിർത്തൂ എന്ന് അർജുനൻ ആവശ്യപ്പെടുകയാണ്. വില്ല് കയ്യിലെടുത്ത് ശരം തൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അർജുനൻ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു യോദ്ധാവാണ്. അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരെ നിശേഷം ഇല്ലാതാക്കുക എന്നതാണ് അയാളുടെ ധർമ്മം. ഗീതാ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഈ ധർമ്മം അത് നടപ്പിലാക്കേണ്ട സമയത്ത് മനസ്സിന് വരുന്ന ആ ബലഹീനത അല്ലെങ്കിൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, അത് വളരെ അപകടകരമാണ്. ക്ഷത്രിയൻ്റെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അഹിംസ എന്നത് ഒരു നിർബന്ധിത നിയമമല്ല. ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സൈനികനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷയ്ക്ക് എതിരായിട്ടുള്ള സാഹചര്യങ്ങളിൽ അഹിംസയും ദയയും അതൊന്നും പരമമായ നിയമങ്ങളായി കണക്കാക്കപ്പെടുന്നില്ല. പ്രായോഗിക ബുദ്ധിക്ക് മനസ്സിലാകുന്നതാണല്ലോ ഈ കാര്യങ്ങളെല്ലാം. എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ പുരോഗമനവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആൾക്കാർ ഭഗവാന്റെ ഈ ഗീതോപദേശത്തെ അല്ലെങ്കിൽ ഈ ധർമ്മോപദേശത്തെ വെറും ഒരു യുദ്ധത്തിനുള്ള ആഹ്വാനമായി പോലും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇങ്ങനെ വിപരീതമായി വ്യാഖ്യാനിക്കുന്നത് തികച്ചും അറിവില്ലായ്മ കൊണ്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാനവവംശത്തിൻ്റെ ധർമ്മസംരക്ഷണത്തിന് വേണ്ടി കുറച്ച് അധർമ്മികളായ ആളുകളെ ശിക്ഷിക്കേണ്ടി വന്നാലോ കൊല്ലേണ്ടി വന്നാലോ അത് ചെയ്യണം. ഭഗവാൻ ഗീതയിൽ ഇനി പറയാൻ പോകുന്നുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും. ഇവ രണ്ടും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് എന്ന് ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ധർമ്മ സംരക്ഷണത്തിനായി ഭഗവാൻ പോലും ആയുധമെടുക്കുന്നു, വേണ്ടി വന്നാൽ സംഹാരം നടത്തുന്നു. ഈ ഒരു ധർമ്മബോധമാണ് ഒരു ക്ഷത്രിയന് തൻ്റെ ജോലി ചെയ്യാൻ മനോബലം കൊടുക്കുന്നത്. തൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അർജുനൻ ഇവിടെ പൂർണ്ണബോധവാനാണ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലേണ്ടി വരുമെന്നുറപ്പായിട്ടും അയാൾക്ക് കുറ്റബോധമൊന്നും തോന്നിയിരുന്നില്ല. കാരണം അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്യുന്നതെന്ന് അയാൾക്കറിയാം. ക്ഷത്രിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്ഷതാത് അധർമാത് ത്രായതേ ഇതി ക്ഷത്രിയഃ എന്നാണ്. അധർമ്മത്തിൽ നിന്നുള്ള നാശങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവൻ ക്ഷത്രിയൻ എന്നാണ്. അധർമ്മികളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുക എന്നത് ക്ഷത്രിയൻ്റെ പരമമായ ധർമ്മമാണ്. സാമം, ദാനം, ഭേദം എന്നീ അഹിംസാ മാർഗങ്ങൾ പരാജയപ്പെട്ടാൽ അവിടെ ദണ്ഡം അല്ലെങ്കിൽ ശിക്ഷ പ്രയോഗിക്കണം. അതുകൊണ്ട് ഈ സമയം യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് അങ്ങനെ ധർമ്മബോധമുള്ള വീരയോദ്ധാവായ അർജുനനാണ്. ആദ്യത്തെ അമ്പ് തൊടുക്കാൻ അയാളുടെ കൈകളിങ്ങനെ തരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്, എൻ്റെ രഥത്തെ 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ, ഞാൻ അവരെയൊക്കെയൊന്ന് നോക്കിക്കാണട്ടെ എന്ന്. അർജുനൻ്റെ നിർദ്ദേശപ്രകാരം കൃഷ്ണൻ
എന്തു ചെയ്തുവെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നതാണ് ഇനി നാം കാണുന്നത്. ശ്ലോകം 24 മുതൽ 28 ആദ്യത്തെ വരി വരെയാണ് സഞ്ജയൻ രാജാവിനോട് വിവരിക്കുന്നത്. അതിനുശേഷം 28 ശ്ലോകത്തിൻ്റെ 2 വരി അർജുനൻ പറയുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ 24 മുതൽ 28 ആദ്യത്തെ വരി വരെയുള്ള ഭാഗം കാണാം. ഓം ശ്രീ പരമാത്മനേ നമഃ. പ്രഥമോധ്യായഃ അർജുന വിഷാദയോഗഃ. ശ്ലോകം 24. സഞ്ജയ ഉവാച. ഏവമുക്തോ ഋഷികേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഏവമുക്തോ ഋഷികേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജൻ, ഗുഡാകേശൻ പറഞ്ഞതനുസരിച്ച് ഋഷികേശൻ രഥം 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ സ്ഥാപിച്ചു. ഗുഡാകേശൻ എന്നത് അർജുനനും ഋഷികേശൻ എന്നത് കൃഷ്ണനും. ഇവിടെ വ്യാസാചാര്യർ അർജുനന് ഗുഡാകേശൻ എന്ന മനോഹരമായൊരു വിശേഷണം നൽകുന്നുണ്ട്. ഗുഡാക എന്നാൽ തമോ ഗുണം അഥവാ മടിയും ആലസ്യവും. ഈശ എന്നാൽ അതിനെ ജയിച്ചവൻ അല്ലെങ്കിൽ അതിൻ്റെ യജമാനൻ എന്നാണ്. അതുകൊണ്ട് ഗുഡാകേശൻ എന്നാൽ തമോ ഗുണത്തെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. അർജുനൻ മന്ദബുദ്ധിയോ ആലസ്യമുള്ളവനോ അല്ലെന്ന് വ്യാസാചാര്യർ ഇവിടെ പരോക്ഷമായി സൂചിപ്പിക്കുന്നു. തമോ ഗുണത്തിനടിപ്പെട്ട ഒരാൾക്കും ഗീത പഠിക്കുവാനുള്ള യോഗ്യത ഉണ്ടാവുകയില്ല. എന്നാൽ അർജുനൻ തമോ ഗുണത്തെ ജയിച്ചവനായതുകൊണ്ട് മോക്ഷശാസ്ത്രമായ ഗീതോപദേശത്തിന് അയാൾ അർഹനാണ് എന്നൊരു സൂചനയുമുണ്ട് ഇവിടെ. അർജുനൻ്റെ രഥത്തെക്കുറിച്ച് രഥോത്തമം എന്ന് പറയുന്നു. ഖാണ്ഡവദാഹം കഴിഞ്ഞ് പ്രീതനായ അഗ്നിദേവനാണ് അർജുനന് ദിവ്യമായ ഈ രഥം നൽകിയത്. ചിത്രരഥൻ എന്ന ഗന്ധർവൻ നൽകിയ 100 കുതിരകളിൽ നിന്നും ലക്ഷണമൊത്ത കുതിരകളെ തിരഞ്ഞെടുത്തതാണ് ഈ തേരിൽ പൂട്ടിയിരിക്കുന്ന കുതിരകൾ. ആ കുതിരകൾ ഒരിക്കലും തളരാത്ത ദിവ്യമായ കുതിരകളാണെന്നാണ് പറയുന്നത്. എല്ലാം കൊണ്ടും ഉത്തമമായ രഥം എന്ന് കാണിക്കുന്നു. ഇനി നമ്മൾക്ക് ശ്ലോകം 25 കാണാം. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിതി. ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിതി. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ പ്രമുഖന്മാരായ യോദ്ധാക്കളുടെ മുന്നിലായി എല്ലാ യോദ്ധാക്കളെയും സേനാപതിമാരെയും കാണാൻ പാകത്തിൽ രഥം സ്ഥാപിച്ചിട്ട് കൃഷ്ണൻ അർജുനനെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ പറഞ്ഞു. പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരൂൻ. ഹേ പാർത്ഥ, യുദ്ധത്തിനായി അണിനിരന്നിരിക്കുന്ന ഈ കൗരവരെ നീ കണ്ടാലും. ഇതുമാത്രമാണ് കൃഷ്ണൻ 1-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത്. ഇനി അർജുനന് പറയാനുള്ളത് കേൾക്കുക മാത്രമാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അർജുനനെ പാർത്ഥ, പൃഥയുടെ പുത്ര എന്നാണ് അഭിസംബോധന ചെയ്തത്. അത് അമ്മയായ കുന്തിയുടെ സഹനശക്തിയും തപശക്തിയും ഓർമ്മിപ്പിക്കാനാണ്. ധീരയായ അമ്മയുടെ ധീരനായ മകനാണ് നീ എന്നുകൂടി കൃഷ്ണൻ സൂചിപ്പിക്കുന്നു. ദേവന്മാർ സമ്മാനിച്ച ആ പ്രത്യേക രഥം, അർജുനൻ്റെ രഥം, അർജുനന് എതിർപക്ഷത്തുള്ള ഓരോരുത്തരുടെയും മുഖങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്ന വിധത്തിൽ 2 സൈന്യങ്ങൾക്ക് മധ്യേ അദ്ദേഹം കൊണ്ടുപോയി നിർത്തി. അവിടെ അർജുനൻ കണ്ടത് എന്താണ്? ശ്ലോകം 26 വായിക്കാം. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥഃ പിതॄനഥാ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. തത്ര പശ്യസ്ഥിതാൻ പാർത്ഥഃ പിതॄനഥാ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ
പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ. രണ്ട് സൈന്യങ്ങൾക്കും മധ്യേ നിന്നുകൊണ്ട് അർജുനൻ തൻ്റെ അപ്പുറത്തുള്ള ശത്രുക്കളെ നോക്കിയപ്പോൾ കണ്ടത് കേവലം പോരാളികളെയല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവരെയാണ്. തൻ്റെ വളർത്തച്ഛനെ പോലെയുള്ള ഭീഷ്മപിതാമഹനെ, തനിക്ക് വിദ്യ പകർന്നു തന്ന ഗുരുനാഥനായ ദ്രോണാചാര്യരെ, തൻ്റെ തന്നെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാമാണ് അർജുനൻ കണ്ടത്. ശ്ലോകം 27 വായിക്കാം. ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. ആ യുദ്ധക്കളത്തിൽ രണ്ട് സൈന്യങ്ങളിലായി അണിനിരന്നിരിക്കുന്ന പിതൃക്കളെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും ദുര്യോധനാദി സഹോദരന്മാരെയും സുഹൃദ്ജനങ്ങളെയും ബന്ധുക്കളെയും ഭാര്യാപിതാക്കന്മാരെയും എല്ലാം കണ്ട് അർജുനൻ്റെ മനസ്സിളകി. ക്ഷത്രിയ വംശത്തിൻ്റെ അഭിമാനമായ അർജുനനിലെ ക്ഷാത്രവീര്യം അവരിലൊന്നും ശത്രുക്കളെ കണ്ടതേയില്ല. ശത്രു സൈന്യത്തിൻ്റെ മുഖങ്ങളിൽ അർജുനൻ തെളിഞ്ഞു കണ്ടത് ബന്ധുക്കളുടെ മുഖമായിരുന്നു. അർജുനൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ ബന്ധുക്കളെയെല്ലാം അതീവ ശ്രദ്ധയോടെ നോക്കി. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ. ആ ബന്ധുക്കളെയെല്ലാം അതീവ ശ്രദ്ധയോടെ സൂക്ഷ്മമായി നോക്കി. ബന്ധു എന്ന വാക്ക് ബന്ധ് എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. അതിനർത്ഥം ബന്ധിക്കപ്പെട്ടവൻ എന്നാണ്. സമീക്ഷ എന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ടല്ല, മറിച്ച് തൻ്റെ വൈകാരിക ബന്ധങ്ങൾ വെച്ചാണ് അർജുനൻ അവരെ കാണുന്നത്. ഇവിടെ വ്യാസാചാര്യൻ വളരെ വിലപ്പെട്ട ഒരു പാഠമാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സന്ദേശമാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ആൾക്കാരോടുള്ള പ്രത്യേകമായ സ്നേഹം, അറ്റാച്ച്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ അതിന് ആസക്തി എന്ന് പറയാം. അത് ഒരു കയറിനോടാണ് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ ഉപമിച്ചിരിക്കുന്നത്. അതിന് പാശം എന്ന് പറയും. അത് നമ്മെ മറ്റുള്ളവരുമായി വരിഞ്ഞു മുറുക്കുന്നു. നമ്മൾ എത്രത്തോളം ബന്ധിക്കപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. നമുക്കാരോടെങ്കിലും വൈകാരികമായി കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം പിന്നെ നമ്മളല്ല തീരുമാനിക്കുന്നത്, മറിച്ച് നമ്മൾ ആ ആസക്തി പുലർത്തുന്ന മറ്റുള്ളവരാണ് നമ്മളുടെ സന്തോഷം തീരുമാനിക്കുന്നത് എന്ന സ്ഥിതിയാണ്. പിന്നെ അവർ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നോക്കിയാലും നോക്കിയില്ലെങ്കിലും എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ടാണ് അവരെ ബാന്ധവർ എന്ന് വിളിക്കുന്നത്. അർജുനൻ ഇപ്പോൾ വളരെ അടുത്ത് നിന്ന് സൂക്ഷ്മമായി നോക്കിയപ്പോൾ, അതാണ് സമീക്ഷ, ആ മുഖങ്ങൾ അത്രയും അടുത്ത് കണ്ടപ്പോൾ അർജുനൻ്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു പൂർണ്ണമായ മാറ്റം സംഭവിക്കുകയാണ്. ആ മാറ്റം എന്തായിരുന്നു? ഇനി 28-ാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നു, കാണാം. കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. കൃപയാ പരയാവിഷ്ട, അർജുനൻ ആസക്തിയാൽ കീഴടക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ കൃപ എന്ന വാക്കിന് സാധാരണ പറയുന്ന കരുണ എന്ന അല്ലെങ്കിൽ ദയ എന്ന അർത്ഥമല്ല, മറിച്ച് ആസക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത്. കരുണ അല്ലെങ്കിൽ ദയ, കമ്പാഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ജ്ഞാനിയുടെ ഗുണമാണ്. അത് മനുഷ്യനെ ബന്ധനസ്ഥനാക്കുന്നില്ല. ആസക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഇതൊരു അജ്ഞാനിയുടെ വീക്ക്നെസ്സാണ്, ബലഹീനതയാണ്. അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇങ്ങനെ ഇവിടെ അർജുനൻ ഒരു അജ്ഞാനിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് കൃപ എന്നതിനെ അമിതമായ ആസക്തി അല്ലെങ്കിൽ രാഗം എന്നൊക്കെ അർത്ഥമെടുക്കണം. അദ്ദേഹം ആ വികാരത്തിന് അടിമപ്പെട്ടുപോയി. വികാരങ്ങളുടെ മാസ്റ്റർ ആകുന്നതിന് പകരം അർജുനൻ വികാരങ്ങളുടെ സ്ലേവായി മാറി. കൃപയാൽ ആവിഷ്ടചേതസായിട്ട്, രാഗം കൊണ്ട് സ്വാധീനിക്കപ്പെട്ടവനായിട്ട്
മുൻപൊരിക്കലും ഇല്ലാത്തൊരു വിഷാദം അർജുനനെ കീഴ്പ്പെടുത്തി എന്നാണ് വ്യാസാചാര്യൻ പറയുന്നത്. വ്യാസാചാര്യർ ആവിഷ്ട എന്ന വാക്ക് ഉപയോഗിച്ചതിലൂടെ അർജുനൻ വികാരങ്ങളാൽ പൂർണ്ണമായും കീഴടക്കപ്പെട്ടു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് രാഗം എന്നത് അല്ലെങ്കിൽ ആസക്തി എന്നത് നമ്മളുടെ ഈ സംസാരത്തിൻ്റെ, ഈ ലോകജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഒരു പ്രശ്നമാണ്. ഒരാൾ ഈ രാഗത്താൽ അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് കൊണ്ട് കീഴടക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്വിൻ ബ്രദറിനെ പോലെ, ഒരു ഇരട്ട സഹോദരനെ പോലെ തൊട്ട് പിന്നാലെ അടുത്തതും വരും. അതാണ് വിഷീദം അല്ലെങ്കിൽ ദുഃഖം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. വിഷീദം എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെങ്കിൽ ശോകം എന്നാണ് അർത്ഥം. എവിടെ ആസക്തിയുണ്ടോ അവിടെ ദുഃഖവും ഉണ്ടാകും. അതാണ് ഒരു ഇരട്ട സഹോദരനെ പോലെ എന്ന് പറഞ്ഞത്. ആസക്തിയും ദുഃഖവും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. ആസക്തിയുടെ ആഴം എത്രത്തോളമുണ്ടോ അത്രത്തോളം തീവ്രമായിരിക്കും ദുഃഖവും. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യങ്ങളാണ് അല്ലേ? ഇവിടെ അർജുനൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പരയാ കൃപയാ, അതീവമായ ആസക്തി ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ദുഃഖവും അങ്ങേയറ്റം തീവ്രമായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടിവിടെ അർജുനനിൽ വന്ന മാറ്റത്തെ നമ്മൾക്ക് ഒന്ന് കാണാം. അധർമ്മികളോടുള്ള കോപത്തോടെ വന്ന അർജുനൻ ഇപ്പോൾ ദുഃഖിതനായ അർജുനനായി മാറി. യുക്തിമാനായ അല്ലെങ്കിൽ ലോജിക്കോട് കൂടി വന്ന അർജുനൻ ഇപ്പോൾ വികാരാധീനനായ അർജുനനായി മാറി. യോദ്ധാവായ അർജുനൻ വെറുമൊരു സംസാരിയായി ലൗകിക ബന്ധങ്ങളിൽ ഉഴലുന്നവനായി മാറി. ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ് അർജുനനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഗീതോപദേശത്തിൻ്റെ ആദ്യ ഘട്ടമാണ്. ഇവിടെ നമ്മൾക്ക് പഠിക്കുവാൻ ധാരാളമുണ്ട്. ഗീതാ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും കടന്നു പോകേണ്ട 3 ഘട്ടങ്ങളുണ്ട് എന്ന് ആചാര്യന്മാർ പറയുന്നു. ആദ്യത്തേത്, യോദ്ധാവായ അർജുനൻ സംസാരിയായ അർജുനൻ ആയി മാറുന്നു. രണ്ടാമത്തത്, സംസാരിയായ അർജുനൻ ശിഷ്യനായ അർജുനനായി മാറുന്നു. ഈ 2 ആദ്യത്തെ ഘട്ടങ്ങളിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒന്നാമത്തെ ഭാഗമാണ്. യോദ്ധാവായ അർജുനൻ സംസാരിയായ അർജുനനായി മാറുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സിനിമയിലേതുപോലെ ദൃശ്യവൽക്കരിക്കാൻ വ്യാസാചാര്യർക്ക് കഴിയുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യമം വാക്കുകളാണ്. അതുകൊണ്ട് അത് മുഴുവനും കൃപയാ പരയാവിഷ്ട എന്ന ഒറ്റ വരിയിൽ അദ്ദേഹം ഒതുക്കുന്നു. എന്നാൽ വായനക്കാരായ നമ്മൾ അത് മനസ്സിൽ സങ്കല്പിച്ച്, ഒരു സിനിമയിലേതുപോലെ സങ്കല്പിച്ച് കാണണം. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അർജുനൻ്റെ മനസ്സ് പഴയ കാലത്തേക്ക് ഓടിപ്പോകുന്നു. അവരുടെ മടിയിലിരുന്ന് കഥകൾ കേട്ടതും അവർ തന്നെ ലാളിച്ചതും എല്ലാം അയാൾ ഓർക്കുന്നു. ഇതുവരെ സ്നേഹം പങ്കുവച്ചിരുന്നവർ ഇന്ന് അമ്പുകൾ കൈമാറാൻ നിൽക്കുന്നു. കൃഷ്ണൻ കൂടെയുള്ളതുകൊണ്ട് വിജയം തനിക്കൊപ്പമാണെന്ന് അർജുനന് ഉറപ്പുണ്ട്. പക്ഷേ ഭീഷ്മരും ദ്രോണരും ഒന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. അവർ മരിച്ചു വീണു കഴിഞ്ഞാൽ ശൂന്യമായ ആ കൊട്ടാരത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്ന തൻ്റെ അവസ്ഥ അയാൾ ഭാവനയിൽ കാണുന്നു. അവരൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ മരിച്ചിട്ടില്ല. പക്ഷേ ആ ഭാവന തന്നെ അർജുനെ തളർത്തുന്നു. സിനിമയിലാണെങ്കിൽ ഇതെല്ലാം ഒരു ക്യാമറ സൂം ചെയ്തും പശ്ചാത്തല സംഗീതം നൽകിയും എല്ലാം ഈ മാറ്റത്തെ കാണിക്കാമായിരുന്നു. വ്യാസാചാര്യന് അതിന് സാധിക്കാത്തതുകൊണ്ട് വായനക്കാരായ നമ്മൾ അത് ഭാവനയിൽ കാണണം. അർജുനൻ്റെ അപ്പോഴത്തെ ആ ദയനീയമായ സ്ഥിതിയെ നമ്മൾക്ക് ഭാവനയിൽ കൂടെ കാണാൻ സാധിക്കും. ധീരയോദ്ധാവായിരുന്ന അർജുനൻ ഇപ്പോൾ ഒരു സംസാരിയായി മാറിക്കഴിഞ്ഞു. സംസാരം എന്നാൽ 3 കാര്യങ്ങളാണ്. 1 രാഗം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്, 2 ശോകം അല്ലെങ്കിൽ സോറോ, 3 മോഹം അല്ലെങ്കിൽ കൺഫ്ലിക്റ്റ്, ഡെലൂഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ആദ്യത്തെ 2 ആസക്തിയും ദുഃഖവും അല്ലെങ്കിൽ രാഗവും ശോകവും. ഇപ്പോൾ അർജുനൻ അതിൽ വീണു കഴിഞ്ഞു, പൂർണ്ണമായും അതിൽ വീണു കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ആസക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് യുദ്ധക്കളത്തിൽ വെച്ച് മാത്രം ഉണ്ടായതല്ല. അർജുനന് അത് നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോഴാണത് പുറത്തേക്ക് വന്നത്.
അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ രാഗം എന്ന രോഗം നേരത്തെ തന്നെ ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോൾ മാത്രമാണത് പുറത്തു വരുന്നത്. യുദ്ധക്കളത്തിൽ വെച്ച് ഭീഷ്മരെയും ദ്രോണരെയും നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് അർജുനൻ്റെ ഉള്ളിലെ തീവ്രമായ ആ അറ്റാച്ച്മെൻറ്റ് പുറത്തേക്ക് വന്നത്. ഇതൊരു ഇൻക്യുബേഷൻ കാലഘട്ടത്തിന് ശേഷം രോഗലക്ഷണം പ്രകടമാകുന്നത് പോലെ ആണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾക്കത് അറിയാൻ സാധിക്കുകയില്ല. അത് പുറത്തേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ അത് നമ്മൾക്ക് ചികിത്സിച്ച് മാറ്റുവാൻ കഴിയാത്ത പോലെ ഒരു സാഹചര്യത്തിലേക്ക് എത്താറുണ്ട്. അതേപോലെ തന്നെ മാനസികമായി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഇതിൽ കൂടെ നമ്മൾക്കൊരു സൂചന തരുന്നത്. അപ്പോൾ ഈ ആസക്തി അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നും കൂടി നമ്മൾക്കൊന്ന് നോക്കാം. അതറിഞ്ഞെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഈ പഠനം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഒന്നാമതായിട്ട് പറയുന്നത് അജ്ഞത. അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അതിനാൽ അതിനെതിരെ നമ്മൾക്ക് മുൻകരുതലുകളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത് ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ പവർഫുള്ളായിട്ടുള്ള നേച്ചർ, അത് പുറത്തു വരുന്ന സമയത്താകട്ടെ അപ്പോഴേക്കും നമ്മൾക്കതിനെ മാറ്റുവാൻ അല്ലെങ്കിൽ കീഴടക്കാൻ പറ്റാത്ത പോലെ ശക്തമായിരിക്കും. അപ്പോൾ അതിനെതിരെ അപ്പോൾ പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതിന് മുൻകരുതലുകൾ വേണം എന്നുള്ളതാണ് നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്. അർജുനന് ആസക്തി ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ അത് അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധക്കളത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം വന്നപ്പോൾ അത് പുറത്തു വരികയും അയാളെ തളർത്തുകയും ചെയ്തു. ഇതിനെയാണ് ഇവിടെ സഞ്ജയൻ വിഷാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുഃഖിച്ചുകൊണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അർജുനൻ്റെ ഈ ദുഃഖം എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് വ്യാസാചാര്യർ ഇനി അടുത്ത ശ്ലോകങ്ങളിൽ വളരെ നാടകീയമായി വിവരിക്കുന്നുണ്ട്. വെറുമൊരു മാനസിക വിഷമം എന്നതിലുപരി അത് അവൻ്റെ ശരീരത്തെ പോലും ബാധിക്കുന്നതും ഒരു മോഹത്തിലേക്ക് അല്ലെ ഡെലൂഷനിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നതെന്നും വളരെ വൈകാരികമായി നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീകൃഷ്ണാർപ്പണമസ്തു.